മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നെത്തൽ വറുത്താലോ? വറുക്കാം. ആദ്യം നെത്തൽ വെട്ടി നന്നാക്കി എടുത്ത് അതിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് നമുക്കെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. അത് ഇളക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് എണ്ണ അടുപ്പ് വയ്ക്കുക. തീ കത്തിക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെത്തൽ ഇളക്കിയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മൂക്കട്ടെ. ഇങ്ങനെ കരിയാപ്പിലയൊക്കെ ഇട്ട് വെച്ചാൽ കുറച്ചെണ്ണ മതി. അല്ലെങ്കിൽ നമ്മൾ ഉള്ള എണ്ണ എല്ലാം കൂടെ ഒഴിച്ച് പൊരിച്ച് വെറുതെ എണ്ണയും ബാക്കി വരുമ്പോൾ അതും കളയും. ഇത് എണ്ണ ബാക്കി വരത്തുമില്ല. ഇനി ശരിക്കും അതിൽ കിടന്ന് മൂത്ത് ഇങ്ങനെ വരും. ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാം. നെത്തൽ വെട്ടി നന്നാക്കി എടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് ഓരോരുത്തർക്കും ഓരോ അളവാണല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടെ അരച്ച് യോജിപ്പിച്ച് ഈ മീനെ തേക്കുക. എന്നിട്ട് ഇത് കരിയാപ്പില ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. ഇട്ട് കഴിയുമ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അടി കരിയത്തുമില്ല. നല്ല പ്രത്യേക ഒരു രുചിയായിരിക്കും. എണ്ണയും കുറച്ച് മതി ഇങ്ങനെ ആകുമ്പോൾ. ഇനിയും ചെറുങ്ങനെ തീക്കകത്ത് മൊരിഞ്ഞ് കേട്ടോ.
ഒട്ടും അടിക്കും പിടിക്കത്തില്ല. എണ്ണ അധികം വേണ്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇങ്ങനെ. ഇച്ചിരി എണ്ണ, 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ചാനൽ കേരളം ബൈ ശോശാമ്മ. ആദ്യം നെത്തിൽ നല്ലപോലെ വെട്ടി കുറേ കഴുകണം കേട്ടോ. കുറേ പ്രാവശ്യം കഴുകിയാൽ അതിൻ്റെ ഉളുമ്പ് നല്ലപോലെ തേച്ചിട്ട് പിന്നെയും വെള്ളം ഒഴിച്ച് കഴുകുക. അങ്ങനെ 3-4-5 പ്രാവശ്യം തേച്ച് നല്ലോണം അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞിട്ട് ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഇച്ചിരി 1 സ്പൂൺ എണ്ണ മതി. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കരിയാപ്പില ഇട്ട് അതിന് മീതെ ഈ മീൻ വറുത്തി നിരത്തി വെക്കുക. എന്നിട്ട് എണ്ണയിൽ ഇതുപോലെ ചെറുതീയിൽ, ഒത്തിരി തീയായാൽ കരിഞ്ഞു പോവും, ചെറുതീയിൽ സിമ്മിലിടുക. എന്നിട്ടത് മൂപ്പിച്ചെടുക്കുക. ഉണ്ടോ, നല്ല മൊരുമൊരാന്ന് കിട്ടും. അന്നേരം കരിയത്തുമില്ല. നല്ല ഉണ്ടോ, നല്ല ഉണ്ടോ, നല്ല മൊരുമൊരാന്നായി. പിന്നെ മൂത്തം നോക്കാം. നല്ല മൊരുമൊരാന്നായി. നമുക്കത് എടുത്തിട്ട് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. അതാ ഇത്ര എണ്ണ മതി. ഉണ്ടോ, എന്നിട്ട് നമുക്ക് ആ ബാക്കിയിരിക്കുന്ന മീനും കൂടെ അതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് മൂക്കട്ടെ. ആദ്യം ഒരു ലേശം തീ കൂട്ടി വെക്കാം. ഇതൊക്കെ ഒന്ന് ആയി കഴിയുമ്പം പിന്നെ തീ കുറച്ച് വയ്ക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്നാവും. കണ്ടോ, മീൻ വറുത്തെടുത്ത മീൻ കണ്ടോ. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കണ്ടോ. കേട്ടോ, നല്ല മുരിഞ്ഞ് മീൻ. അതിലിട്ട കരിയാപ്പല അതുപോലെ കണ്ടോ. അതൊന്ന് കഴിക്കാം കേട്ടോ.
നത്തൽ പൊരിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ ഇനി നത്തലെന്ന് പറയും, ഈ നാട്ടിൽ ഇനി ഒഴുക. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കുക. ഇനി പെരുക്കനെ കിടന്ന് നോക്കട്ടെ. ഒഴുക വറുത്തത്, നത്തൽ വറുത്തല്ലേ. എല്ലാവരും ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നെത്തൽ വറുത്തത്. ഈ മീനെല്ലാം ലോകത്തെല്ലായിടത്തും ഉള്ള മീനാണ് നെത്തൽ. ഓരോ നാട്ടിൽ പിന്നെ ഓരോ പേര് പറയുന്നേ ഉള്ളൂ. നെത്തൽ, ഒഴുക, പിന്നെ വേറെന്തോ പേരുണ്ടോയെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് നെത്തൽ, ഈ നാട്ടിൽ ഇന്ന് ഒഴുക. എല്ലാവരും ചെയ്ത് നോക്കുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. രണ്ടും മൂത്ത്. എണ്ണ വേണ്ട, എണ്ണ ഇല്ലാണ്ടല്ല, ഒരു സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചുള്ളൂ. നല്ല മൊരാന്നായി. എൻ്റെ കരിയാപ്പല തന്നെ കണ്ടില്ലേ, ഉണ്ടോ? മീനും കണ്ടോ, നല്ലോണം മൂത്തു. നമ്മൾ ഉണക്കമീൻ വറുത്തെടുക്കുന്നോണം നല്ല മുരിഞ്ഞു, കണ്ടോ? ആ